അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് താലിബാൻ ഭരണകൂടം പുതിയ നിയമം പുറത്തിറക്കി. ഭാര്യമാരെ ശാരീരികമായി ശിക്ഷിക്കുവാൻ ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുന്നതാണ് പുതിയ പീനൽ കോഡ്. എന്നാൽ മർദ്ദനത്തിൽ എല്ലുകൾ പൊട്ടാനോ തുറന്ന മുറിവുകൾ ഉണ്ടാകാനോ പാടില്ല എന്ന വിചിത്രമായ നിബന്ധനയും ഉണ്ട്. താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദ ഒപ്പിട്ട 90 പേജുള്ള പുതിയ നിയമസംഹിത അഫ്ഗാനിസ്ഥാനിലെ കോടതികൾക്ക് കൈമാറി. ഇതുപ്രകാരം ഭാര്യമാരെയും കുട്ടികളെയും ഭർത്താക്കന്മാർക്ക് അച്ചടക്കത്തിന്റെ ഭാഗമായി മർദ്ദിക്കാം. മർദ്ദനമേറ്റ് എല്ലുകൾ പൊട്ടുകയോ ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുകയോ ചെയ്താൽ പോലും ഭർത്താവിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വെറും 15 ദിവസത്തെ തടവ് മാത്രമാണ്. മർദ്ദനത്തിനെതിരെ പരാതിപ്പെടണമെങ്കിൽ സ്ത്രീകൾ തങ്ങളെ മർദ്ദിച്ച അതേ പുരുഷന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ വേണം കോടതിയിലെത്താൻ. കൂടാതെ മുറിവുകൾ ജഡ്ജിയെ കാണിക്കുമ്പോഴും ശരീരം പൂർണ്ണമായി മറച്ചിരിക്കണമെന്ന നിബന്ധന നീതി ലഭിക്കുന്നത് അസാധ്യമാക്കുന്നു. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന സ്ത്രീകൾക്ക് 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. ബന്ധുക്കളെ സന്ദർശിക്കണമെങ്കിൽ പോലും ഭർത്താവിന്റെ അനുമതി നിർബന്ധമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി മുൻ സർക്കാർ കൊണ്ടുവന്ന 2009 നിയമം താലിബാൻ പൂർണ്ണമായും റദ്ദാക്കി. ഒരേ കുറ്റത്തിനുള്ള ശിക്ഷ കുറ്റത്തിന്റെ സ്വഭാവമോ ഗൗരവമോ അനുസരിച്ചല്ല, മറിച്ച് പ്രതിയുടെ സാമൂഹിക നില അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ കുറ്റം ചെയ്താൽ ഉപദേശം മാത്രമായിരിക്കും ശിക്ഷ. കുറ്റവാളി ഉന്നത വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ കോടതിയിലേക്ക് സമൻസ് അയക്കുകയും ഉപദേശം നൽകുകയും ചെയ്യും. ഇടത്തരം വർഗക്കാർക്ക് ഇതേ കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിക്കുന്നു. എന്നാൽ താഴ്ന്ന വർഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് തടവ് ശിക്ഷയും ശാരീരിക ശിക്ഷയും ലഭിക്കും. ഗുരുതരമായ കുറ്റങ്ങൾക്ക് ശാരീരിക ശിക്ഷ നൽകുന്നത് ഇസ്ലാമിക പുരോഹിതനായിരിക്കും. ഈ പുതിയ പരിഷ്കാരം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും പ്രതികരിച്ചു. ഇതിനെതിരെ സംസാരിക്കുന്നത് പോലും താലിബാൻ കുറ്റകരമാക്കിയിട്ടുണ്ട്.